ഞാൻ ഇന്ന് അടിപൊളിയൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിനെ വൈറ്റ് ചോക്ലേറ്റ് കൊണ്ട് ക്രീമൊക്കെ തേച്ച് നല്ല ഉഷാറാക്കി എടുത്തതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിന് ബീറ്ററോ ഓവനോ ഒന്നും വേണ്ട. ഞാനിത് അടുപ്പിൽ വെച്ച് ഉണ്ടാക്കിയാണ്. എല്ലാവർക്കും ഈസിയായി ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണിത്. ഇത് വൈറ്റ് ചോക്ലേറ്റ് മുകളിൽ ഒഴിച്ച് ഡാർക്ക് ചോക്ലേറ്റ് കൊണ്ട് ഞാൻ ഡിസൈനൊക്കെ ഉണ്ടാക്കിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയൊരു കേക്കാണിത്. പിന്നെ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാനൊരു മിക്സിയിലേക്ക് 4 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂണ് വാനില എസൻസും 2 സ്പൂണ് സൺഫ്ലവർ ഓയിലും 1 സ്പൂണ് ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂണ് ഉപ്പും ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഞാൻ 1.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ 1.5 കപ്പ് പഞ്ചസാര പൊടിച്ചത് എടുത്തിട്ടുണ്ട്. ഈ പഞ്ചസാര പൊടിച്ചതിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നന്നായിട്ട് പഞ്ചസാരയും ഞാനിതിൽ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി 1.5 കപ്പ് മൈദ ഞാൻ ഇവിടെ തരിച്ചെടുത്ത് വെച്ചിരുന്നു. അതും ഈ കൂട്ടിലേക്കിട്ട് സാവധാനം ഇളക്കി യോജിപ്പിച്ചെടുക്കുക. കുറേശ്ശെ ആയിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഒന്നിച്ചിട്ട് കൊടുത്ത് കട്ട കെട്ടും. ഇതെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ടൈറ്റാണ്. ഇനി ഇതിലേക്ക് പാലൊഴിച്ച് ലൂസാക്കണം. അപ്പോൾ നമുക്ക് ഒരല്പം പാലൊഴിച്ച് കൊടുക്കാം. ഇതിൻ്റെ ലൂസ് എത്രയാണോ അതിനനുസരിച്ച് നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഇതിന് അളവൊന്നുമില്ല. നമുക്ക് ഇത് ഒന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കേക്ക് ഉണ്ടാക്കാനുള്ള കൂട്ടുവിടെ പാകത്തെ ലൂസായിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിക്കാം. ഞാനിവിടെ 9 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഓയിൽ ഒഴിച്ചിട്ട് ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഈ കൂട്ട് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ കൂട്ടൊക്കെ ആ പാത്രത്തിൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് കൗണ്ടർ ടോപ്പിലിട്ട് തട്ടി കൊടുക്കുക. എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ കട്ടിയുള്ളൊരു പാത്രം ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ ചൂടാക്കിയതാണ്. ഒരു റിങ്ങും വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ ബാറ്ററി വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു 45 മിനിറ്റാണ് ഞാൻ ബേക്ക് ചെയ്യാൻ എടുത്തത്. ഇനി ഇത് മൂടി വെച്ച് കൊടുക്കണം. 45 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. ഇനി വൈറ്റ് ചോക്ലേറ്റ് ഉണ്ടാക്കാം. ഞാൻ അതിലേക്ക് കോൺഫ്ലവറിൻ്റെ പൊടി 1 സ്പൂൺ ഇട്ട് അതിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുത്ത് കുറുക്കി എടുത്തൊക്കെയാണ് ചെയ്തത്. 45 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ കേക്ക് റെഡി ആക്കണമെന്ന് നോക്കാം. ഞാനൊരു ഈർക്കിളി എടുത്തിട്ട് കുത്തി നോക്കി. ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചൂടാറാൻ വേണ്ടി പുറത്ത് വെക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിനെ ചൂടാറാൻ വേണ്ടി എടുത്ത് വെക്കാം. ഇതിനെ നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യണം വൈറ്റ് ചോക്ലേറ്റ് ഇട്ടിട്ട്. ഇനി ഈ കേക്കിൻ്റെ മുകൾ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അത് പൊന്തി വന്നത്. ഇനി ഇതിലേക്ക് ഉണ്ടാക്കി വെച്ച വൈറ്റ് ചോക്ലേറ്റിൻ്റെ ആ ഒരു ക്രീം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ക്രീം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. അത് ഇതിലെ ഒന്ന് ഉറക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തതാണ്. ഇനി ഇതിനെ നമുക്ക് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഈ ഡെക്കറേറ്റ് ചെയ്ത ക്രീം ഞാൻ ഉണ്ടാക്കിയെടുത്താണ്. ഒരു 2 സ്പൂണ് മൈദപ്പൊടി വെള്ളത്തിൽ കലക്കിയിട്ട് ഒരു 1/2 സ്പൂണ് ചോക്ലേറ്റിൻ്റെ പൊടിയും കൂടി ഒന്ന് കുറുക്കിയെടുത്ത് ക്രീമാക്കിയതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഡെക്കറേറ്റ് ചെയ്തത്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന വീഡിയോ എൻ്റെ അടുത്തുനിന്ന് മിസ്സായി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇൻഷാ അല്ലാഹ് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റുള്ള കേക്ക് തന്നെയാണ്. ആർക്കും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ബീറ്റർ വേണ്ട, ഓവന് വേണ്ട, മിക്സി ഉണ്ടെങ്കിൽ ആർക്കും തയ്യാറാക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.